ഒരു സർപ്പത്തിൻ്റെ രൂപത്തിൽ കുണ്ടലിനി ശക്തി, എല്ലാവരുടെയും ജീവശക്തി ഈ മൂലാധാരത്തിൽ കുടികൊള്ളുന്നതായിട്ടാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത്. അതിങ്ങനെ ചുരുണ്ടുകൂടി കിടക്കുന്നു. ഭക്തി കൊണ്ടും യോഗസാധന കൊണ്ടും ജ്ഞാനം കൊണ്ടും ഈ കുണ്ടലിനി ഉണരുന്നു. അത് മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്നുള്ള ചക്രങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ച് അത് സഹസ്രാരത്തിൽ ചെന്നെത്തുന്നു. അവിടെ എത്തിക്കഴിഞ്ഞാൽ ശിവശക്തി സംയോഗം, രണ്ടുപേരും ഐക്യമാണ്, രണ്ടുപേരും ഭിന്നരല്ല, രണ്ടുപേരും ഭിന്നിപ്പിക്കാൻ സാധിക്കില്ല. അവരെ പ്രാപിക്കുന്നു. അതോടുകൂടി നമ്മുടെ ശരീരത്തിലുള്ള 72,000 നാഡികളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിലൊക്കെ അമൃതിനെ വർഷിക്കുന്നു. സുധാ സാരാഭിവർഷിണി എന്നുള്ള മന്ത്രം അതിനെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഈ അമൃത് നമ്മുടെ ശരീരത്തിൽ പ്രവഹിക്കുന്നു. മനുഷ്യൻ അതോടുകൂടി ജീവൻ മുക്തനാകുന്നു. അതിനുശേഷം ഈ സംസാരം എന്നുള്ള വീണ്ടും വീണ്ടും ജനിക്കുക, വീണ്ടും മരിക്കുക, വീണ്ടും ദുഃഖിക്കുക എന്നുള്ള ഒരവസ്ഥയില്ല. രൂപത്തിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അവർ പിന്നീട് പഴയതുപോലെയല്ല. രാമകൃഷ്ണ പരമഹംസർ ഒരു ഉദാഹരണം പറയും. ചുട്ട് കരിച്ച ഒരു കയറിന് അതിൻ്റെ ആകൃതി മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിനെക്കൊണ്ട് ഒന്നിനെയും കെട്ടാനൊന്നും സാധിക്കില്ല. അതുപോലെ ഈ ജീവൻ മുക്തരായ ജനങ്ങൾ പിന്നീട് സാധാരണ ജീവൻ മുക്തരായ മഹാപുരുഷന്മാർ പിന്നെ സാധാരണക്കാരല്ല. അവർ പറയുന്ന ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും അവരുടെ ഓരോ ശ്വാസവും അവരുടെ സാന്നിധ്യം തന്നെ എല്ലാവർക്കും സർവക്ഷേമകരമാണ്, എല്ലാവർക്കും ഗുണം ചെയ്യുന്നതാണ്. അവരുടെ ഓരോ വാക്കും ഈശ്വരൻ പറയുന്ന വാക്കായിത്തീരുന്നു. അവരുടെ ഓരോ നോട്ടവും ഈശ്വരൻ നോക്കുന്ന നോട്ടമായി തീരുന്നു.